I'm Rifa and welcome to my channel. അപ്പോൾ മലേഷ്യ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് 3 ഡേയ്സ് നമ്മൾ ലങ്കാവിയിലാണ് സ്പെൻഡ് ചെയ്തത്. അതിൻ്റെ വീഡിയോ ആയിരുന്നു ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ പോയി കാണാം കേട്ടോ. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കോലാലംപൂർ ടെർമിനൽ 2ലാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ആ ഒരു ബിൽഡിങ്ങിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മോളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടി വേണം നമുക്ക് പുറത്ത് കിടക്കാൻ. നമ്മൾ എയർപോർട്ടിൽ എത്തിയ ഉടനെ ഗ്രാബ് ബുക്ക് ചെയ്തിരുന്നു. ആ ഗ്രാബ് വഴിയാണ് നമ്മൾ റൂമിലേക്ക് പോയത് കേട്ടോ. നമ്മൾ റൂം എടുത്തിരുന്നത് എക്സ്പ്രഷൻസ് ബൈ മൈക്കിലായിരുന്നു. അപ്പം എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് ഡ്രൈവിന് ഒരു 1 ഹവറോളം എടുത്തിരുന്നു കേട്ടോ. ഓൺ ദ വേയിലൊരു ലാർജ് ടണൽ ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 9.7 കിലോമീറ്റേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതൊരു സ്റ്റോം വാട്ടർ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഫ്ലഡ് റിലീഫിനും വേണ്ടിയിട്ടുള്ള ഒരു മൾട്ടിപർപ്പസ് ടണലായിരുന്നു കേട്ടോ. നമുക്ക് അഫോർഡബിൾ റേറ്റിന് തന്നെ നല്ല ഫെസിലിറ്റീസ് ഉള്ള നല്ല വൃത്തിയുള്ള റൂം കിട്ടിയിരുന്നു കേട്ടോ. നല്ല കബോർഡും അതിൽ തന്നെ അയൺ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ ഓവൻ, ഫ്രിഡ്ജ്, അതുപോലെ വാഷിംഗ് ആൻഡ് സിങ്ക് ഏരിയ, വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട ചില പാത്രങ്ങളും കാര്യമൊക്കെ, നൈഫും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ കബോർഡ്സിലൊക്കെ. പിന്നെ അഗെയിൻ TV കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കെറ്റിൽ വാട്ടറൊക്കെ ഉണ്ടായിരുന്നു. ഒരു 1 or 2 ടൈംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ കോഫി സാഷേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേണമെങ്കിൽ നമ്മൾ തന്നെ വാങ്ങിക്കണം. അതുപോലെ തന്നെ വലിയ വിൻഡോ ആയതുകൊണ്ട് നല്ല വ്യൂ ഉണ്ടായിരുന്നു പുറത്തേക്ക്. അപ്പോൾ നമ്മൾ റൂമിലെത്തിയിട്ട് നേരെ ഫ്രഷായി ട്വിൻ ടവർ കാണാമെന്ന് വിചാരിച്ച് ഒരു വാക്കിന് ഇറങ്ങിയിട്ടോ. ലങ്കാവിയിലെ പോലെയല്ല, ഇത് സിറ്റി സൈഡ് ആയതുകൊണ്ട് നല്ല റഷായിരുന്നു. റോഡും കാര്യമൊക്കെ എപ്പോഴും നല്ല റഷ് ഉണ്ടായിരുന്നു. 451.9 മീറ്റേഴ്സാണ് കേട്ടോ ഈ ട്വിൻ ടവറിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇതിൽ ആ ബ്രിഡ്ജ് വരുന്നത് 41st and 42nd ഫ്ലോറിലാണ്. ഇതിൻ്റെ അകത്തുള്ളത് ഓയിൽ കമ്പനീൻ്റെ ഓഫീസസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ടിക്കറ്റും കാര്യമൊക്കെ എടുത്ത് നമുക്ക് അതിൻ്റെ അകത്ത് കയറി സ്കൈ ബ്രിഡ്ജിലൊക്കെ പോയിന്ന് വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാം കേട്ടോ. നമ്മൾ പിന്നെ അവിടുന്ന് നേരെ ബുക്കിറ്റ് ബിങ്താങ്ങിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുന്ന് എങ്ങനെ ബുക്കിറ്റ് ബിങ്താങ്ങിലേക്ക് പോകാമെന്ന് നമ്മൾ വെറുതെ സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ ഒരു ക്ലോസ്ഡ് വാക്ക് വേ ഉണ്ട് കേട്ടോ. ഇത് മെയിനായിട്ടും KL സെൻട്രലിലുള്ള സൂര്യ KLCC എന്ന് പറയുന്ന മോളും ബുക്കിറ്റ് ബിങ്താങ്ങിലുള്ള പെവിലിയൻ മോളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് വാക്ക് വേ ആണ്. അപ്പോൾ നമുക്ക് വെയിലും മഴയൊന്നും കൊള്ളാതെ തന്നെ നടന്ന് നമുക്ക് പോകാൻ പറ്റും. ബുക്കിറ്റ് ബിങ്താങ് എന്ന് പറയുന്നത് കോലാലംപൂരിൻ്റെ ഷോപ്പിംഗ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഡിസ്ട്രിക്റ്റാണ് കേട്ടോ. അവിടെ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റോൾ കാണാൻ തന്നെ നല്ല ക്യൂട്ടായിരുന്നു. അതിലൊക്കെ നിറയെ ക്യൂട്ട് സാധനങ്ങളായിരുന്നു കേട്ടോ. ക്രോഷ്യ വർക്ക്സിൻ്റെ പ്രോഡക്റ്റ്സ് ആയിരുന്നു കേട്ടോ മെയിനായിട്ടും ഉണ്ടായിരുന്നത്. കുറേ സ്റ്റോളുകളിൽ ഞാനത് കണ്ടു. പിന്നെ ഇടയ്ക്ക് ചെറിയ ഫുഡിൻ്റെ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. അവിടെ കുറേ മോളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഫാരൻഹീറ്റ്, പെവിലിയൻ, അങ്ങനെ കുറേ നല്ല ബ്രാൻഡഡ് ഷോപ്സ് ഒക്കെ വരുന്ന ഒരുപാട് മോൾസ് ഉണ്ടായിരുന്നു. കുറേ ഫുഡിൻ്റെ സ്റ്റോൾസും ഷോപ്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഷവർമയൊക്കെ കഴിച്ച് പിന്നെ നേരെ റൂമിലേക്ക് പോയി. റൂമിലെത്തിയിട്ട് നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങിയായിരുന്നു. രാത്രി ആയതുകൊണ്ട് പക്ഷേ അതൊന്നും വൃത്തിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, പൂളും കാര്യമൊന്നും. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചത് ബാറ്റു കേവ്സ് ആണ് കേട്ടോ. ഞങ്ങൾ നിന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അത് ഫസ്റ്റ് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ബാറ്റു കേവ്സിക്ക് നമുക്ക് പോകാൻ ഏറ്റവും എളുപ്പം മെട്രോ വഴിയാണ് കേട്ടോ. അപ്പോൾ മെട്രോയിലെ മാപ്പ് നോക്കിയപ്പം നമുക്ക് ആദ്യം പോകേണ്ടത് കമ്പുങ് ബാറ്റു എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പിലേക്കാണ്. അവിടുന്ന് പിന്നെ നോർമൽ ട്രെയിൽ വിളിച്ചിട്ട് വേണം ബാറ്റു കേവ്സിലേക്ക് പോകാൻ. ഫൈനൽ സ്റ്റോപ്പ് വരുന്നത് ബാറ്റു കേവ്സ് ആണ് കേട്ടോ. അപ്പം നമുക്ക് പിന്നെ അവിടുന്ന് വേറെ ക്യാബ് വിളിക്കുകയൊന്നും വേണ്ട. ബില്ലും ടോക്കണും
പിങ്ക് കളറിൽ വിമാനത്തിലേക്ക് വെച്ചിട്ട് ഇത് വേറെ സ്റ്റേഷനാണ് ആണ് കോസദമൻസറിൻ്റെ പ്ലാറ്റ്ഫോം. അപ്പോൾ നമ്മൾ അങ്ങോട്ടുള്ളത് കയറിയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറേ സ്റ്റോപ്പുകളുണ്ട്, നമ്മുടെ മെട്രോ പോലെ തന്നെ. അവിടെ ഇറങ്ങാം. Anda berada di Hospital Kuala Lumpur. കമ്പമാത്തിലെത്തിയ ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോർമൽ റെയിലിനുള്ള ടിക്കറ്റ് എടുത്തിട്ടോ. അവിടെ കുറച്ചധികം ടൈം നമ്മൾ വെയിറ്റ് ചെയ്തു ട്രെയിൻ വരാൻ. അതിൽ കൊടുത്ത ടൈമിലൊന്നും വന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒരു ലാർജ് ഹനുമാൻ സ്റ്റാച്ചു ആണ് കണ്ടത്. അത് രാമായണ കേവ് എന്ന് പറഞ്ഞൊരു ആർട്ട് ഗാലറിയിലേക്കുള്ള എൻട്രൻസ് ആയിരുന്നു. അവിടേക്ക് പോകാൻ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം കേട്ടോ നമ്മൾ. ഈ ഒരു കേവിൻ്റെ അകത്ത് കംപ്ലീറ്റ് രാമായണ ഹിസ്റ്ററി സ്റ്റാച്യൂസും സ്കൾപ്ചേഴ്സൊക്കെ വെച്ചിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഹോൾ രാമായണൻ്റെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആണ് കേട്ടോ അതിൻ്റെ അകത്തുള്ളത്. ഓരോ പാർട്ടിൻ്റെയും ഫ്രണ്ടിലും അതിൻ്റെ ആ ഒരു ഡിസ്ക്രിപ്ഷനും കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസും പിന്നെ കുറേ LED ലൈറ്റ്സൊക്കെ വെച്ചിട്ട് നല്ല ഡെക്കറേറ്റഡ് ആണ് കേട്ടോ ഈ എൻ്റയർ രാമായണ കേവ്. അവരുടെ ഗോഡ്സിൻ്റെയും കാര്യമൊക്കെ കുറേ സ്കൾപ്ചേഴ്സും കാര്യമൊക്കെ ഉണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു കേജിൻ്റെ അകത്തുള്ള ബേർഡ്സിനെ ശ്രദ്ധിച്ചത് കേട്ടോ. അതിലൊരു പീക്കോക്കിന് മാത്രം ഒരു ഡിഫറെൻറ്റ് കളർ, വൈറ്റും ബ്ലൂവും ഗ്രേ ഒക്കെ കൂടിയുള്ള. അപ്പോൾ അതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പോയ സമയത്ത് ഒരു ആൺമയിൽ നല്ല പീലിയൊക്കെ വിടർത്തി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുമല്ല അവിടെ കുറച്ചും കൂടി കളർഫുൾ ആയിട്ടുള്ള ബേർഡ്സും മക്കോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമെങ്കിൽ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം കേട്ടോ. അതിൻ്റെ അകത്തും കുറച്ച് സ്റ്റാച്ചു കാര്യങ്ങളും ഹിസ്റ്റോറിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സ്പേസ് ഉണ്ടായിരുന്നു, അതായത് ഒരു പോണ്ടിൻ്റെ നടുവിൽ കൂടെ നല്ല രസമുള്ളൊരു പാത്ത്. അപ്പോൾ ഈ പോണ്ടിൽ നിറയെ ഫിഷസും ആമകളും ഒക്കെ ആയിരുന്നു കേട്ടോ. കുറേ നടന്നതുകൊണ്ട് നമ്മൾ നല്ല ക്ഷീണിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ബാട്ടു കേവ്സ് കയറാമെന്ന് വിചാരിച്ച്. അവിടെ ഫുള്ള് ഇന്ത്യൻ അല്ലെങ്കിൽ തമിഴ് ബേസ് ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ആയിരുന്നു കേട്ടോ. വെജ് ബിരിയാണീസും അതുപോലെ കുറേ വെജ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു വെജ് ബിരിയാണിൻ്റെ സെറ്റും പിന്നെ ഒരു ഗോബി ഫ്രൈയും ആണ് എടുത്തത്. അതിൽ വെജ് ബിരിയാണിൻ്റെ സെറ്റിൽ ഈ ഒരു സോയാബീൻ ഉണ്ടായിരുന്നു. ശരിക്കും ഒരു നോൺ വെജ് കഴിക്കുന്ന അതേ ഫീലായിരുന്നു കേട്ടോ. ബാട്ടു കേവ്സിൻ്റെ എൻട്രൻസിലുള്ള ഈ ഒരു മുരുകൻ്റെ ഗോൾഡൻ സ്റ്റാച്ചു ഏകദേശം 42.7 മീറ്റേഴ്സ് ഹൈറ്റ് ഉണ്ട്. 272 സ്റ്റെപ്സ് കയറിയിട്ടാണ് നമ്മൾ ബാട്ടു കേവ്സിലെത്തുക. ഇന്ത്യക്ക് പുറത്തുള്ള വൺ ഓഫ് ദ മേജർ ഹിന്ദു ടെമ്പിളാണ് കേട്ടോ ഇത്. സോ ഇനിയും കയറാനുണ്ട്. ഇതൊരു റിലീജിയസ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് കയറുമ്പോൾ ഒരു ഡ്രസ് കോഡ് ഉണ്ട് കേട്ടോ. ഷോർട്ട് സ്കേർട്സ് ഒന്നും പറ്റില്ല, അതുപോലെ തന്നെ ഷോൾഡറൊക്കെ കവറായിരിക്കണം, അങ്ങനെയൊക്കെ ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. നമ്മൾ കയറുമ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ. അവിടെ കുറേ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈവിളായി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ സുവനീഴ്സും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പുറത്ത് നല്ല ചൂടായിരുന്നെങ്കിലും അതിൻ്റെ അകത്തെത്തിയപ്പോൾ നല്ലൊരു തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു.
ബാട്ടു കേവ്സിൽ നിന്ന് നേരെ നമ്മൾ തിയാൻഹോ ടെമ്പിളിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. അപ്പോൾ അവിടേക്ക് പോകാൻ നമ്മൾ ആദ്യം KL സെൻട്രലിലേക്ക് മെട്രോ എടുത്തിട്ട് അവിടുന്ന് ഗ്രാബ് വിളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചെന്നിറങ്ങുന്നത് ഈ ഒരു മോളിലാണ്, NU സെൻട്രൽ എന്ന് പറഞ്ഞിട്ട്. അവിടെ ഞാൻ നോട്ട് ചെയ്തൊരു ഷോപ്പാണ് കേട്ടോ ഇത്, ടൈപ്പോ എന്ന് പറയുന്നത്. ഇവിടെ കുറേ നല്ല രസമുള്ള സ്റ്റേഷനറീസും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഞാൻ നാട്ടിൽ കണ്ടിരുന്നു, അതായത് ഒരു കളറിംഗ് ബുക്കിൻ്റെ അകത്ത് തന്നെ കളറും ബ്രഷും ഒക്കെ വരുന്നത്. പക്ഷേ ഇത്രയും രസമുള്ള പിക്ചേഴ്സുള്ള കളറിംഗ് ബുക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് കുറേ നേരം ഞാനത് നോക്കിയിരുന്നു. പിന്നെ കുറേ ക്യൂട്ട് ക്യാൻഡിൽസും ക്യൂട്ട് പെൻസും ഒക്കെ ഉണ്ടായിരുന്നു, ഫോൺ കേസസ്. ഒന്നും വാങ്ങിയില്ലെങ്കിലും ഇത് വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടുന്ന് നമ്മൾ നേരെ ഗ്രാബ് വിളിച്ച് തിയാൻഹോ ടെമ്പിളിലേക്കാണ് പോയത് കേട്ടോ. ഇത് എൻ്റെ വൺ ഓഫ് ദ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നതായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ ലാൻഡേൺസും കാര്യമൊക്കെ. ഈ ടെമ്പിൾ കംപ്ലീറ്റ്ലി ലാൻഡേൺസ് കൊണ്ട് ഫില്ല് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തിയാൻഹോ ടെമ്പിൾ ആക്ച്വലി ഒരു ചൈനീസ് ടെമ്പിളാണ് കേട്ടോ. ചൈനീസ് സീ ഗോഡസ് ആയിട്ടുള്ള മാസുവിൻ്റെ ടെമ്പിളാണ്. എനിക്കിതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇവരുടെ ആ ഒരു കളർ കോമ്പിനേഷനാണ് കേട്ടോ, റെഡ്, ബ്ലൂ ആൻഡ് ഗ്രീൻ. ശരിക്കും നമ്മുടെ പ്രൈമറി കളേഴ്സിൻ്റെ കംപ്ലീറ്റ് ഒരു കളർ കോംബോ ഉണ്ട് ഇതിൽ. ആ 3 കളേഴ്സ് മാത്രം ഇങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ വെഡ്ഡിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്പെഷ്യൽ സ്പേസും ഉണ്ടായിരുന്നു കേട്ടോ. ടെമ്പിളിൻ്റെ അകത്ത് ആർക്കിടെക്ചറും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ, കുറേ ലൈറ്റ്സൊക്കെ വെച്ചിട്ട്. തിയാൻഹോ ടെമ്പിളിൽ നമ്മൾ ഗ്രാബ് വഴി പറ്റായിൻ സ്ട്രീറ്റ് കാട്ടോ വന്നത്. അവിടെ കുറേ ഷോപ്സും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഷോപ്പിങ്ങിനൊന്നും നിന്നില്ല, ജസ്റ്റ് സ്ട്രീറ്റ് അങ്ങനെ എക്സ്പ്ലോർ ചെയ്തു. അവിടെ ഒരു റെഡ് കളറിലുള്ളൊരു ചൈനീസ് ടെമ്പിൾ കണ്ടു കേട്ടോ. എഗെയിൻ ഒരു ഹിന്ദു ടെമ്പിളും കണ്ടു കേട്ടോ. അവിടെ നമ്മൾ വീണ്ടും മെട്രോ വഴി KL സെൻട്രലിലേക്ക് പോയിട്ടോ. കാരണം രാത്രി പെട്രോണാസിൻ്റെ അവിടെ വാട്ടർ ഷോ ഉണ്ടാവും. അതുമല്ല നൈറ്റിലുള്ള പെട്രോണാസിൻ്റെ വ്യൂ വേറെ തന്നെ രസമാണ്. KLCC പാർക്കിലുള്ള സിംഫണി ലേക്കിൽ വെച്ചിട്ടാണ് ഈ ഒരു ലൈറ്റ് ഷോ, മ്യൂസിക് ഷോ ഒക്കെ ഉള്ളത്. അത് 8, 9, 10 എന്നീ ടൈമിലാണ് കേട്ടോ കാണിച്ചിരുന്നത്. നമ്മളവിടെ പോയി കുറേ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു 2-3 ഷോ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ കോലാലംപൂർ വിസിറ്റ് ചെയ്ത് ബാക്കി പ്ലേസസ് കാണിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ കമൻറ്റ്, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.